നമസ്കാരം. സർക്കാരിനും മന്ത്രിമാർക്കും പദ്ധതികൾ പ്രഖ്യാപിച്ച് കയ്യടി വാങ്ങുന്ന ജോലിയേ ഉള്ളൂ. ഒരിക്കലും നടക്കാത്ത സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഒരു സുഖമാണ്. കേരളയിൽ തന്നെ ഉദാഹരണം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ മെനു പുതുക്കി കയ്യടി വാങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ മെനു അനുസരിച്ചുള്ള ഭക്ഷണം കുട്ടികൾക്ക് നൽകേണ്ട ബാധ്യത പ്രധാനാധ്യാപകർക്കാണെന്നാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ പണം 5-10 ദിവസം വൈകിയാലും കൊടുത്തു തീർക്കുമെന്നും ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നതെന്നും കൂടി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നോക്കൂ, പ്രഖ്യാപിച്ച് കയ്യടി വാങ്ങിയത് ശിവൻകുട്ടി, അത് കടം വാങ്ങി നടപ്പിലാക്കേണ്ടത് അധ്യാപകർ. എങ്ങനെയുണ്ട്? നിലവിലുള്ള തുക പോലും കുടിശ്ശികയാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കോടതി ഇടപെടുമ്പോൾ മാത്രം 3-4 മാസത്തെ കുടിശ്ശിക അനുവദിക്കും. അപ്പോൾ ഇത്രയും തുക അധ്യാപകർ കണ്ടെത്തണം. സ്വർണം പണയം വെച്ചോ പലിശയ്ക്ക് കടമെടുത്തോ ഒക്കെ ഗത്യന്തരമില്ലാതെ അധ്യാപകർ കുട്ടികൾക്ക് ഭക്ഷണം നൽകും. എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി, മാസത്തിൽ 1-2 ദിവസം മൈക്രോഗ്രീൻസ്, ആഴ്ചയിലൊരിക്കൽ റാഗി, കൊഴുക്കട്ട, ഇലയട, അവൽ, പായസം. ഇത് ആഴ്ചയിലൊരിക്കലാണ്. പിന്നെ പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്തുള്ള ഒരു ചമ്മന്തി. ഇത്രയും നൽകുന്നതിന് LP തലത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് സർക്കാർ നൽകുന്നത് ₹6.78. UP തലത്തിലാണെങ്കിൽ അത് ഒരു വിദ്യാർത്ഥിക്ക് ₹10.17 ഇതൊക്കെ കേൾക്കുന്ന അധ്യാപകരുടെ ആശങ്കയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശിവൻകുട്ടി പറയുന്നത് ഭക്ഷണം കൊടുത്തതുകൊണ്ടോ കടം വാങ്ങിയതുകൊണ്ടോ ആരും ദരിദ്രരാകില്ല എന്നാണ്. പല അധ്യാപകരും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ തങ്ങൾക്ക് കടം വാങ്ങേണ്ടി വരികയും സ്വർണം പണയം വയ്ക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത കാര്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇത്രയും വിഭവങ്ങൾ നൽകാൻ എങ്ങനെയാണ് ഈ തുക തികയുന്നത്? ഈ തീ പിടിച്ച വിലക്കയറ്റം മാത്രമല്ല, സാധനങ്ങൾ സ്കൂളിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജും അധ്യാപകർ തന്നെ വഹിക്കണം. അത് സർക്കാർ നൽകില്ല. പദ്ധതികൾ പ്രഖ്യാപിച്ച് നേട്ടം കൊയ്യുന്നത് രാഷ്ട്രീയക്കാർ മാത്രമാണ്. അതിന് ഇടതെന്നോ വലതെന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെന്നോ ഭേദമില്ല. മുമ്പൊക്കെ കഞ്ഞിയും പയറുമായിരുന്നു. ഇന്ന് കാലം മാറി. കുട്ടികൾക്ക് ഏതൊക്കെ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുത്താലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിന് പര്യാപ്തമായ പണം കൂടി കൊടുക്കണം. മാസശമ്പളം വാങ്ങുന്ന അധ്യാപകർക്ക് അവരുടെ വീട്ടുചെലവ്, കുട്ടികളുടെ പഠിത്തം, വീടിനോ വാഹനത്തിനോ വായ്പയുണ്ടെങ്കിൽ അതിൻ്റെ അടവ്, യാത്രാക്കൂലി, മറ്റ് സ്വകാര്യ ചെലവുകൾ, ഇങ്ങനെ 100 കൂട്ടം ചെലവുകളുണ്ട്. ഇതിനിടയിൽ ഉച്ചഭക്ഷണത്തിന്റെ പണം കൂടി അധ്യാപകർ കണ്ടെത്തണമെന്ന് പറയുന്നത് ന്യായമല്ല. മന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ കുറേ അധ്യാപകർക്കെങ്കിലും ഉറപ്പായും തോന്നും, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയ ജോലിയേക്കാൾ ഭേദം ഏതെങ്കിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളാകുന്നതായിരുന്നു നല്ലതെന്ന്.